മനുഷ്യർ കൂടിയിരിക്കുന്ന, മനുഷ്യർ ഒരുമിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളും പ്രധാനമാണ്. മനുഷ്യരിങ്ങനെ ഒരുമിച്ച് ശ്വസിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് വളരെ കുറവാണ്. മനുഷ്യർക്കിടയിൽ വലിയ അകലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യരെ ഒരുമിച്ചിരുത്തുന്ന ഏതൊരു സദസ്സിനും അത്രയേറെ ഭംഗിയുണ്ട് എന്നാണ് പറഞ്ഞത്. നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെല്ലിരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞും എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം എന്ന് ONVയുടെ വരികളുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നുമല്ല ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുക. നമ്മൾ ആഗ്രഹിച്ചിടത്തൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ എത്തുക. നമ്മൾ എവിടെയാണോ എത്തിയത് അതിനെ ഇങ്ങനെ ആഘോഷിക്കണം. അതാണ്. പൊതുവെ മനുഷ്യന്മാരോട് നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ അധികം മനുഷ്യന്മാരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ജീവിതം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന എന്തോ എന്നാണ്. സത്യത്തിൽ ജീവിതം വരാനിരിക്കുന്ന എന്തോ ഒന്നിന്റെ പേരല്ല, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേരാണ്. കഴിഞ്ഞു പോയതിൻ്റെയും പേരല്ല, വരാനിരിക്കുന്നതിൻ്റെയും പേരല്ല, ഈ നിമിഷത്തിന്റെ പേരാണ്. നമുക്ക് നല്ല ശ്വാസമുണ്ട് എന്ന് ഉറപ്പുള്ള ഈ സമയമാണ് ശരിക്കും ജീവിതം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ. നാളുകൾ നമ്മുടെ കയ്യിലില്ല. നമുക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ കാണുക എന്നല്ലാതെ നമ്മുടെ കയ്യിലില്ല. അത് ഇന്നലകളൊക്കെ കഴിഞ്ഞുപോയി. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് നമ്മൾ ഉപേക്ഷിക്കണം. പക്ഷെ അധികം മനുഷ്യന്മാരെങ്ങനെയാണെന്നറിയോ? നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇന്നലത്തെ സങ്കടങ്ങളോ വേദനകളോ ലജ്ജാഭാരമോ കുറ്റബോധമോ. വേറെ കുറെ ആളുകൾ നാളെകളിലുമാണ്, നാളെക്കുറിച്ചുള്ള പേടിയിലുമാണ്. ഇന്ന് ജീവിക്കുന്ന ആരാ ഉള്ളത്? ചെറിയ കുട്ടികളുണ്ടോ? അല്ലേ? അതെന്തുകൊണ്ടാ? അവർക്ക് ഓർമ്മകളില്ല. അതുകൊണ്ട് അവര് ഹാപ്പിയാണ്. പക്ഷെ മുതിർന്നവര് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവരത്ര ഹാപ്പിയല്ല. അവരെന്തിനോ കാത്തിരിക്കുകയാണ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നിങ്ങള് ജീവിതം എങ്ങനെയുണ്ട്, സന്തോഷമല്ലേ എന്ന് ചോദിച്ചാൽ അവര് പറയും, വീട് വെച്ചിട്ടില്ല, മോളെ കെട്ടിച്ചിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, ജോലി ഉറപ്പായിട്ടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാ എന്ന് പറഞ്ഞാല് അവരിപ്പോ ഹാപ്പിയല്ല. വീട് വെച്ചാലേ അവര് ഹാപ്പിയുള്ളൂ, വീട് വെക്കുന്നത് വരെ അവര് ഹാപ്പിയല്ല. അതാണ്. ജോലി കിട്ടിയാലേ അവര് ഹാപ്പിയുള്ളൂ, ജോലി കിട്ടുന്നത് വരെ ആ സാധനമില്ല. അപ്പൊ എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യന്മാരൊക്കെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പാത്രങ്ങള് ഉമ്മ നമുക്ക് തരുവാ? തരൂല. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് വീട്ടിൽ വിരിച്ചിട്ടുണ്ടാവുക? വിരിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും നല്ല ടേബിൾ ഷീറ്റ് പോലും വിരിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ അലമാരയിലുണ്ടാവും. നമ്മളാ പാത്രം എടുക്കാൻ ചെന്നാൽ ഉമ്മ പറയും തൊട്ടു പോകരുത് എന്ന് പറയും, അല്ലേ? അപ്പൊ അതിന്റെ കാരണം ചോദിച്ചാൽ ഉമ്മ എന്താ പറയാ? എടാ ആരോ വരാനുണ്ട് എന്നാ പറയാ. ആരോ വരാനുണ്ട്. ആരും വരാനില്ലെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചോളൂ. ഏറ്റവും നല്ല ടേബിൾ ഷീറ്റ് വിരിച്ചിട്ട് ഭക്ഷണം കഴിച്ചോളൂ. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് കിടന്നിറങ്ങിക്കോളൂ. ഏറ്റവും നല്ല ചായയും കാപ്പിയും പിന്നെയും 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 കുടിച്ചോളൂ.
ഈ നിമിഷത്തിന്റെ പേരാണ് ജീവിതം. പടച്ചോൻ എപ്പോഴാണ് ഹാപ്പി ആവുക എന്നറിയോ? പടച്ചോൻ ഏറ്റവും സന്തോഷമുള്ള കാഴ്ച എന്താണെന്നറിയോ? നമ്മൾ സന്തോഷമുള്ളവരാകുന്നതാണ്. അതിനല്ലേ ഇത്രയേറെ ഖുർആൻ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞു തന്നത്. 300-ലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. എന്തിനറിയോ? നമ്മൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാ കരയാൻ കാരണങ്ങളില്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ ഉണ്ടാവും, അതിൻ്റെയൊക്കെ പേരാണ് ജീവിതം. പക്ഷെ നമ്മൾ സന്തോഷമുള്ളവരാകണം. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാല്? നമ്മൾ പറയില്ലേ തവക്കുലാക്കുക എന്ന് പറയില്ലേ? എന്താണ് തവക്കുലാക്കുക എന്ന് പറഞ്ഞാല്? നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ പ്രയാസങ്ങള് പടച്ചോന് കൊടുത്തിട്ട് നമ്മൾ സന്തോഷമുള്ളവരാവുക. ഇപ്പൊ നമ്മളൊരു ചാക്കുകെട്ട് ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവാ. അപ്പൊ ഒരാൾ പറയാണ്, ആ ചാക്കുകെട്ട് എന്റെ തലയിലേക്ക് വെച്ചോളൂ. അപ്പൊ നമ്മുടെ ചാക്കുകെട്ട് അദ്ദേഹത്തിന് കൊടുത്തു, പിന്നെ നമുക്ക് ഭാരമുണ്ടോ? ഇതാണ് തവക്കുല്. പടച്ചോനെ ഏൽപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകണ മനസ്സിന്റെ ആനന്ദമാണത്. നമ്മൾ രണ്ടും ചെയ്യും, ഏൽപ്പിക്കുകയും ചെയ്യും, സങ്കടപ്പെടുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ശരിക്കും ഏൽപ്പിക്കാത്തോണ്ടാ. അപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ആശുപത്രി കിടക്കുക, തീരെ വയ്യാതെ. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമ്മൾ പറയും 99% രക്ഷയില്ല, പിന്നെ 1% അത് പടച്ചോനെ ഏൽപ്പിക്കാവുന്നു. പടച്ചോനെ ഏൽപ്പിച്ചത് എത്ര ശതമാനാ? 1%. ബാക്കി 99 അങ്ങോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? 100% അങ്ങോട്ട് കൊടുക്കാനാ പടച്ചോൻ പറയുന്നത്. ഇതിന്റെ പേരാണ് തവക്കുല്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച എന്താണെന്നറിയോ നിങ്ങള്? ഹബീബായ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചത്. സങ്കടപ്പെടാൻ കാരണമില്ലാത്തതുകൊണ്ടാണോ? കാരണങ്ങൾ എത്രങ്ങാനും ഉണ്ടായിരുന്നറിയോ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടങ്ങളുടെ പുഴയിലൂടെ നീന്തിയ ജീവിതത്തിന്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കണ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നൊരു സങ്കടമില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു സങ്കടം ഉണ്ടാവില്ല. അതിനേക്കാളും വലിയ സങ്കടം ജീവിതത്തിൽ അനുഭവിച്ച ആളുടെ പേരാണ് റസൂൽ. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വേദനകള്. നിങ്ങൾ വാപ്പയെ കാണാത്തൊരു കുട്ടിയാണോ? റസൂൽ വാപ്പയെ കാണാത്തൊരു കുട്ടിയായിരുന്നു. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. അപ്പൊ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിന്റെ വാപ്പ ചിരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ ആ ആളില്ലേ, ആ കാക്കല്ലേ, ആ കാക്കന്റെ അതേപോലെയായിരുന്നു നിന്റെ വാപ്പ നടന്നിരുന്നത്. നിന്റെ വാപ്പയുടെ കണ്ണുകൾ എങ്ങനെയായിരുന്നു എന്നറിയാം? നമ്മുടെ കുടുംബത്തിൽ എന്നെ ആളില്ലേ, അതേപോലെയായിരുന്നു നിന്റെ ഉപ്പാന്റെ കണ്ണുകള്. നിന്റെ ഉപ്പാന്റെ സൗണ്ട് എങ്ങനെയായിരുന്നു, നിന്റെ ഉപ്പാന്റെ രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ കുടുംബത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയുടെ മനസ്സിലെ വാപ്പാനെ കുറിച്ചൊരു ചിത്രം ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ വാപ്പന്മാര് ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കാണുമ്പോ ആ കുട്ടി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ. വാപ്പയെ കാണാത്ത കുട്ടിയായിരുന്നു. നമുക്കറിയൂല ആ സങ്കടം എത്ര വലുതാണെന്ന്. എന്റെ 33 വയസ്സ് വരെ എന്റെ വാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാന് വാപ്പ ഇല്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ആ സങ്കടം എന്താണ്. നിങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ ഉമ്മ മരിക്കുന്നത് കാണേണ്ടി വന്നൊരു കുട്ടിയാണോ നിങ്ങള്? റസൂൽ അതായിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങള്. ബാപ്പാന്റെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് മദീനയിലേക്ക്. ഈ കുട്ടിയെയും കൊണ്ട് പോയതാണ് ആമിന ബീവി. അങ്ങനെ തിരിച്ചു വരുമ്പോഴേ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ മരുഭൂമിയിൽ വെച്ച് ആമിന എന്ന ആ ഉമ്മ മരിച്ചുപോയി. 22 വയസ്സേ ഉള്ളൂ. ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ കുറേ പ്രായമുണ്ടെന്ന് വിചാരിക്കരുത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന ഉമ്മ
മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാപ്പാന്റെ കബറ് കണ്ടിട്ട് വരികയാണ്, വഴിയിൽ വെച്ചിട്ട് ഉമ്മ മരിച്ചു. ആ കുട്ടി അനുഭവിച്ച സങ്കടം എത്ര വലുതായിരിക്കും, നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയും വലിയ സങ്കടങ്ങളായിരുന്നു. ഉമ്മ നഷ്ടപ്പെട്ട്, ബാപ്പ നഷ്ടപ്പെട്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്കാക്കയോ ഒരു ഇത്താത്തയോ ഒരു അനിയത്തിയോ ഒരു താത്തയോ ഇല്ലാത്ത, ഒരു വീട് പോലും ഇല്ലാത്ത, ജീവിതത്തിൽ സങ്കടങ്ങൾ അത്രയേറെ ഇങ്ങനെ ചുറ്റും പെരുകി നിന്നൊരു കുട്ടിയുടെ പേരാണ് ആ കുട്ടി. സങ്കടപ്പെടാൻ കാരണങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും ഇങ്ങനെ ജീവിതത്തിൽ നിവർന്ന് നിന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടി ഇങ്ങനെ കയ്യിൽ കിടന്ന് മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു വാപ്പയാണോ നിങ്ങൾ? റസൂൽ അങ്ങനെ ഒരു വാപ്പയായിരുന്നു. കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നത്. ജീവിതത്തിലേക്ക് അത്രയേറെ സ്നേഹവുമായി കടന്നു വന്ന പ്രിയപ്പെട്ടവൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു ഭർത്താവാണോ നിങ്ങൾ? റസൂൽ അതായിരുന്നു. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ റസൂലിന് എല്ലാമാണ്. അനിയത്തിയില്ലാത്ത റസൂലിന് അനിയത്തിയാണ്, ഇത്താത്തല്ലാത്ത റസൂലിന് ഇത്താത്തയാണ്, ഉമ്മല്ലാത്ത റസൂലിന് ഉമ്മയാണ്. പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, അനുരാഗത്തിന്റെ ആനന്ദം എന്താണ് എന്നൊക്കെ റസൂലിന് കൊടുത്ത ആളുടെ പേരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരും പോയി. ഒന്നിനു പിറകെ ഒന്നിങ്ങനെ മരണം. പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജീവിതമായിരുന്നു. എന്നിട്ടും ആ ജീവിതം എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിനെ കേട്ടിട്ടില്ലേ? നമ്മുടെ ദേശീയ ഗാനം എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് സങ്കടങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പറയൂല. വേണമെങ്കിൽ നീ തന്നോ, പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, എന്റെ മനസ്സിൽ പേടി ഉണ്ടാവരുത്. സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ തന്നോളൂ, പക്ഷെ അതിനെ നേരിടാനുള്ളൊരു കരുത്ത്, പേടിയില്ലാത്തൊരു മനസ്സ് നീ എനിക്ക് തരണേ. ആരാ പ്രാർത്ഥിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ആരാന്നറിയോ? 1902 വിവാഹം, 1903 കുട്ടിയുടെ ജനനം, 1903 അവസാനിക്കുമ്പോഴേക്ക് കുട്ടിയുടെ മരണം, 1905 അച്ഛന്റെ മരണം, 1917 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവിയുടെ മരണം, 1922 24 25 26 ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും മരണം. ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ. വെറുതെ പ്രാർത്ഥിച്ചതല്ല. ഇനി ആ പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയാണ്, സങ്കടങ്ങൾ ഇനിയും വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, എന്റെ ഉള്ളിൽ പേടി ഉണ്ടാവരുത്. ഇതാണ് മനക്കരുത്ത് എന്ന് പറയുന്നത്. ഉള്ളിലുണ്ടാകുന്ന ഒരു ബലാണത്. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. പാല് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്, ശുദ്ധമായ ഒന്നാണ്. പക്ഷെ ആ പാലുണ്ടല്ല, ഒരു ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ ചീത്ത വെള്ളത്തിൽ കലരും. പിന്നെ ചീത്ത വെള്ളം വേറെ, പാല് വേറെ നമുക്ക് എടുക്കാൻ കഴിയൂല, രണ്ടും ഒന്നാകും, അല്ലേ? എന്നാൽ ഇതേ പാല് തന്നെ കുറെ നേരം കടഞ്ഞ് 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 ബട്ടറാകും, വെണ്ണയാകും. ആ വെണ്ണ നമ്മൾ ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടാലോ കുടിക്കലരുവോ? കുടിക്കലരുവോ? ഇല്ല. ഇതാണ് ആത്മബലം എന്ന് പറയുന്നത്. ആത്മബലമുള്ള മനുഷ്യനെ കൂടിക്കലരൂല, വേറിട്ടിങ്ങനെ നിൽക്കും. ഒരു കുട്ടിക്കഥ പറയാറുണ്ട്. ഒരു പന്ത് കളി നടക്കുക, 14 ആളുകൾ ഒരു പന്തിനെയാണല്ലോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പന്തേ ഉള്ളൂ, 14 ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ ചവിട്ടി 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 അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാളുടെ അടി കൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ്. അപ്പൊ ആ പന്തിനെ ചെന്നിട്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയ്യിലെടുത്തു. എന്നിട്ട് ആ കുട്ടി പന്തിനോട് ചോദിക്കുകയാണ്, എന്തിനാ നിന്നെ എല്ലാവരും ഇങ്ങനെ ചവിട്ടുന്നത്? എന്തിനാ എല്ലാവരുടെ ചവിട്ടും ഇങ്ങനെ കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോ പന്ത് കുട്ടിക്ക് കൊടുക്കണ മറുപടിയാണ് ആ കഥയിലുള്ളത്.
പണ്ട് കുട്ടിയോട് പറയാണ്, എന്നെ എല്ലാവരും ഇങ്ങനെ ചവിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എന്നെ എല്ലാവരും ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എൻ്റെ ഉള്ളില് ഒന്നുമില്ല, ശൂന്യമാണ്. എൻ്റെ ഉള്ളിലെങ്ങാനും നല്ല കട്ടിയുള്ള ഇരുമ്പിന്റെ കഷ്ണങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒരാൾക്കെന്നെ തട്ടാൻ പറ്റൂലടോ. ഇതാണ് ആത്മബലം. ആത്മബലമില്ലാത്തൊരു മനുഷ്യനെ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കും. ആരൊക്കെയോ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ മനസ്സ് തകരും. ചെറിയ ചെറിയ വിഷാദങ്ങളുടെ പേരിൽ ജീവിതം നിശ്ചലമാകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുജന്മാരോടും അനിയത്തികളോടും പറയാനുള്ളതാണ്, ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുത്തുണ്ടാവണം, ആത്മബലം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നല്ലോണം സ്നേഹിക്കണം. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കണം. എൻ്റെ ഒരു 32ാമത്തെ വയസ്സ് മുതൽ എൻ്റെ മുടി ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. മുടിയുടെ മുൻഭാഗത്തൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പം എനിക്ക് 37 വയസ്സായി. മുടി പോകാൻ തുടങ്ങിയതോടുകൂടി ഞാൻ ബാക്കിയുള്ള മുടിയും അത് മുട്ടയടിച്ച് കളഞ്ഞു. അപ്പം എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ പറയും, ഇങ്ങനെ മതി എന്ന് പറയും. ഇങ്ങനെ മതി, ഇങ്ങനെ സ്നേഹിക്കുന്നവരെ മതി എനിക്ക്. ഓരോരുത്തർക്കനുസരിച്ച് എനിക്ക് മാറാൻ കഴിയില്ല. നിങ്ങളും മാറരുത്. മാറണം, മാറ്റപ്പെടാൻ നിന്ന് കൊടുക്കരുത്. നിങ്ങളെപ്പോഴും മാറാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം, പക്ഷെ മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവരാകരുത്. സ്വയം മാറണം. നിങ്ങൾക്ക് ശരിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. അതിൻ്റെ പേരാണ് ആത്മബലം. ആരെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. സ്വയം സംഭവിക്കേണ്ട ഒന്നാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മൾക്കുണ്ടാകുന്ന ഒരു അന്തസ്സ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു അന്തസ്സ്, നമ്മുടെ ജീവിതത്തോട് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹം. എന്താണോ ഉള്ളത് അതിൽ, ആരാണോ ഉള്ളത് അതിൽ, എവിടെയാണോ ഉള്ളത് അതിൽ നമ്മൾ ഹാപ്പി ആവണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജീവിതം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, കഴിഞ്ഞു പോയതിൻ്റെയും പേരല്ല, ഈ നിമിഷത്തിൻ്റെ പേരാണ്. ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 2000 രൂപയുടെ നോട്ടും കൊണ്ടാണ് വന്നത്. ഇല്ല, 2000 രൂപ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കാണ് വേണ്ടത്? അപ്പൊ കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും വേണം. അപ്പൊ മാഷ 2000 രൂപ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ ചുരുട്ടിക്കളഞ്ഞു, ചുളിഞ്ഞുപോയി. ആ ചുളിഞ്ഞ നോട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് വേണം. ചുളിഞ്ഞാലും വേണോ? ആ ചുളിഞ്ഞാലും വേണം. അപ്പൊ മാഷ് ഇങ്ങനെ താഴെ ഇട്ടിട്ടെ അതിൽ ചവിട്ടി, അതിൽ മണ്ണായി, പൊടിയായി. ആ മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുള്ള നോട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് എന്തായാലും വേണം. അപ്പൊ മാഷ് ചോദിച്ചു, ചെളിയായിട്ടും പൊടിയായിട്ടും ചുളിഞ്ഞു പോയിട്ടും പിന്നെയും പിന്നെയും നിങ്ങൾ ഈ നോട്ട് വേണം വേണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, മാഷേ ചുളിഞ്ഞു പോയാലും ചെളിയായാലും 2000 റുപ്യ 2000 റുപ്യ തന്നെയാണല്ലോ, അതിനൊരു വാല്യൂ ഉണ്ട്, അത് കുറയണില്ലല്ലോ. അപ്പോ മാഷ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തു, എടാ അങ്ങനെയാണെങ്കിൽ ജീവിതം ഇതുപോലെയാണ്. ചിലപ്പോൾ ചുളിഞ്ഞു പോവുക ചെയ്യും, ചിലപ്പോൾ ഈ മണ്ണും പൊടിയൊക്കെ ആയിട്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. സങ്കടങ്ങളും കണ്ണീരും തോൽവിയും മാർക്ക് കുറവും ഒക്കെ ആയിട്ടേ അതിന്റെ ഭംഗി ഇങ്ങനെ കുറയും. ചിലപ്പോൾ ആരുടെയൊക്കെയോ ചവിട്ടുകൊണ്ട് ചെരുപ്പിന്റെ പാടുകളുണ്ടാവും, ആരൊക്കെയോ നിങ്ങളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. എടാ എന്നാലും 2000 റുപ്യക്കൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതേപോലെ ജീവിതത്തിനൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് എന്താണ് മാഷ് പറഞ്ഞു. ജീവിതത്തിനൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? നിങ്ങൾ മിസ്റ്റർ ബീൻ കാണാറുണ്ടോ? മിസ്റ്റർ ബീൻ കാണാറുണ്ടോ അല്ലേ? ഇഷ്ടമാണോ? മിസ്റ്റർ ബീന്റെ പ്രത്യേകത എന്താണ്?
ഹാപ്പിയാണ് അല്ലേ? ചെറിയ കുട്ടികളെ പോലെ ഹാപ്പിയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തെ ഭയങ്കര സ്നേഹമാണ്. മൂപ്പരെ ഭയങ്കര സ്നേഹ. ചിലപ്പോൾ മൂപ്പര് തന്നെ ഇങ്ങനെ അഭിനന്ദിക്കുന്നൊക്കെ കാണാം അല്ലേ? കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരോട് തന്നെ ചിരിക്കുന്നൊക്കെ കാണാം, അങ്ങനെ ചിരിക്കുന്നൊക്കെ കാണാം. ഇതെന്തുണ്ടെന്നറിയോ? മൂപ്പര് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ, നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവരോടൊപ്പം, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഈ ജീവിതത്തെ ഒരാഘോഷമാക്കി മാറ്റണം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം, വലിയ കിനാവുകൾ ഉണ്ടാവണം. കിനാവുകളാണ് മനുഷ്യനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുക. സ്വപ്നം കണ്ടവരാണ് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലാത്തവരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങളെ ഉറങ്ങുമ്പോൾ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, പിന്നെയോ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങളെ വിശ്രമിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ടോം ആൻഡ് ജെറി കാണാറുണ്ടോ അല്ലേ? പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ എപ്പോഴും ആരാ ജയിക്കുക? എലിയാണോ പൂച്ചയാണോ ജയിക്കുക? എലിയാണ് ജയിക്കുക. അതെന്തുണ്ടാ? പൂച്ചയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണമാണ്. എലിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ജീവനാണ്. അതുകൊണ്ടാണ് എലി ജയിക്കുന്നത്. പൂച്ചയ്ക്ക് ഈ എലി പോയാൽ അടുത്ത എലി കിട്ടും, പക്ഷെ എലിക്ക് ഈ ജീവൻ പോയാൽ പിന്നെ വേറെ ജീവൻ കിട്ടില്ല. ലക്ഷ്യം എത്ര വലുതാണോ അത്രയും പരിശ്രമങ്ങൾ വലുതാവും. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രധാനം. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു, ഞരമ്പിന്റെ സർജനാണ്. അദ്ദേഹം ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടുപോയി. കേട്ടിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ക്യാമ്പ് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഉണ്ടാക്കിയിരുന്ന ഒരു ക്യാമ്പാണ്. വാതക ചൂളയാണ്. അതിലേക്ക് ഒന്നായിട്ട് ആളുകൾ ഇട്ടിട്ട് കൊന്നുകളയായിരുന്നു. ആ ക്യാമ്പിൽ അകപ്പെട്ടു പോയ മനുഷ്യനാണ് വിക്ടർ ഫ്രാങ്കിള്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ മുഴുവനും ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള അമ്മായിയെ കൊന്നു, ഭാര്യയെ കൊന്നു, മക്കളിൽ ചിലരെ കൊന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു ഹിറ്റ്ലർ. അപ്പൊ അദ്ദേഹം ആലോചിക്കുന്നത് ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉണ്ട്, ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണ്. പക്ഷെ അതൊരു ജയിലായതുകൊണ്ട് അവിടെ വെളിച്ചുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ജനാലയുണ്ട്, ആ ജനാല ഇങ്ങനെ തള്ളി തുറന്നപ്പോൾ വെളിച്ചം അകത്തേക്ക് വന്നു. അപ്പൊ അദ്ദേഹം ഒന്നിങ്ങനെ പുറത്തേക്ക് നോക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്യാണല്ലോ, അപ്പോ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ ഇത്രയും കാലം നടന്ന മണ്ണിനെ ഒന്നിങ്ങനെ നോക്കി. അപ്പൊ നോക്കിയപ്പോഴേ അവിടെ നിറച്ചും പൂക്കളാ. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കിയിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഇങ്ങനെ നിറച്ചും പൂക്കളാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചതാണ്, ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണല്ലോ, നാളെ എൻ്റെ ജീവിതത്തിലും പൂക്കൾ വരാമല്ലോ എന്ന്. അങ്ങനെ ആത്മഹത്യ വേണ്ടാന്ന് തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ആ ജനാലയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് പിന്നീട് ഡയറിയിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റെസറക്ഷൻ. അതായിരുന്നു എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് എ മാൻസ് സെർച്ച് ഫോർ മീനിങ്. ആ പേര് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ചെറിയ പുസ്തകമാണ്, പക്ഷെ ജീവിതത്തിന് വല്ലാത്തൊരു വെളിച്ചം തരുന്ന പുസ്തകമാണ്. എ മാൻസ് സെർച്ച് ഫോർ മീനിങ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? പൈസ ഇല്ലാതൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, വീടില്ലാതെയും വേണമെങ്കിൽ ജീവിക്കാം, ഭക്ഷണമില്ലാതെയും വേണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ജീവിക്കാം. പക്ഷെ ഒരു സ്വപ്നമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? ഒരു മീനിങ് ഇല്ലാതെ എങ്ങനെയാ ജീവിക്കുക? എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് ചെയ്യണം എന്ന് വിചാരിക്കാതെ, ആഗ്രഹിക്കാതെ എങ്ങനെയാ ജീവിക്കുക?
എങ്ങനെ ഒരു ദിവസം നേരം വെളുക്കുക? അങ്ങനെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമോ? അതുകൊണ്ട് ഒരു മനുഷ്യന് ഇങ്ങനെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോകാനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്താണെന്നറിയോ? സ്വപ്നങ്ങൾ. മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതുമാണ് പ്രധാനം. നമുക്കൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളതും മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കണം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ദിവസം അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാനൊരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നാളെ എവിടെയാണ് ഉണ്ടാവുക, വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ ഞാൻ വീട്ടിലുണ്ടാവില്ല, നാളെ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവുക, ഞായറാഴ്ചകളിൽ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞായറാഴ്ച കോഴിക്കോടോ? ഞായറാഴ്ച എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ? ഓക്കെ, ഞാനന്ന് കോഴിക്കോടായതുകൊണ്ട് എനിക്കൊന്നുകൂടെ സൗകര്യമായി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നാളെ കോഴിക്കോട് നിന്ന് കാണാം. എവിടെ ഉണ്ടാവുക? ഞാൻ JDTയുടെ അടുത്ത് ഒരു സ്ഥാപനത്തിലാണ് ഉണ്ടാവുക. PMOC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അവിടെ. സൈക്കോളജിയും കൗൺസിലിങ്ങും ഒക്കെ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞിട്ട് ആ സ്ഥലത്തെത്തി. അദ്ദേഹം വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്. ഒരു 3-4 മാസമൊക്കെ പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? എന്നോട് പറഞ്ഞു, അകത്ത് ഭാര്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ കോഴ്സ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് കുഞ്ഞിൻ്റെ വരവ്. അങ്ങനെ ഫീഡിങ് ഉണ്ട്, മുലകുടിയുണ്ട്. എന്നാലും അവളുടെ കോഴ്സ് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അവളുടെ കൂടെ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ആ അമ്മ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് അകത്തേക്ക് പോകും. 6 ദിവസവും ജോലി തിരക്കുള്ള മനുഷ്യനാണ്. 7ാമത്തെ ദിവസം രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങേണ്ടി വരും. 7 മണിക്ക് ക്ലാസ്സിലെത്തണമെന്നുണ്ടെങ്കിൽ. എന്തിനാണെന്നറിയോ? കൂടുള്ള ആ പെണ്ണിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയാണ്. എടാ, ഇതിൻ്റെയൊക്കെ പ്രേരാണ് പ്രണയം എന്ന് പറയുന്നത്. ഇതാണ് പ്രണയം എന്ന് പറയുന്നത്. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും എനിക്കിഷ്ടമാണ്, പ്രണയമാണ് എന്ന് പറയാൻ കഴിയലാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരു മനുഷ്യനുണ്ടാവും. അതാരാവട്ടെ, നമ്മുടെ കുട്ടികളാവട്ടെ, നമ്മുടെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ആരാവട്ടെ, നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. അവരുടെ കൂടെ നിൽക്കണം. കാരണം എന്താണെന്നറിയാം നിങ്ങൾ? വലിയ വീടും വലിയ കാറും വലിയ മൊബൈൽ ഫോണൊന്നും ഉണ്ടായ പോലെ മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങൾ വേണം. സ്വപ്നങ്ങളില്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതും നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതുമാണ് പ്രധാനം. സ്വപ്നങ്ങൾ കണ്ടവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള വലിയ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം. പഠിച്ചവൻ ഓരോ ആൾക്കും ഓരോ തരത്തിലുള്ള കഴിവാണ് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ല. അതാണ് പഠിച്ചവൻ്റെ നീതിശാസ്ത്രം. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കും. ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികൾക്ക് 4 സ്വഭാവമായിരിക്കും. കണ്ടിട്ടില്ലേ? 4 ഇഷ്ടങ്ങളായിരിക്കും. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ പോലും മറ്റേയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മറ്റേയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സുഹൃത്തുക്കളാവില്ല മറ്റേയാൾക്ക് ഉണ്ടാവുക. ഒരാൾ വായിക്കുന്നത് പോലത്തെ പുസ്തകമാവില്ല മറ്റേയാൾ വായിക്കുക. അതൊക്കെ എന്തുകൊണ്ടാ? ഓരോ ആൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാ. ഇത് രക്ഷിതാക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടിക്ക് സയൻസിലാണ് കൂടുതൽ മാർക്കെങ്കിൽ ആ കുട്ടിയെ പിന്നെ നമ്മൾ ലാംഗ്വേജിലേക്ക് പിടിച്ചോണ്ട് പോരുത്. സയൻസ് പഠിക്കട്ടെ. സയൻസിൽ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ അവനെ പറഞ്ഞയച്ചതാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ഇംഗ്ലീഷിലാണ് നല്ല മാർക്ക്, അല്ലെങ്കിൽ മലയാളത്തിലാണ് നല്ല മാർക്ക്, അല്ലെങ്കിൽ അറബിയിലാണ് നല്ല മാർക്ക്. ആ കുട്ടിയെ നിങ്ങൾ സയൻസിലേക്ക് പിടിച്ചുകൊണ്ടുണ്ടോ? ആ കുട്ടി ഭാഷയിൽ പ്രത്യേകമായ കഴിവുകളോടെ ഈ ലോകത്തേക്ക് വന്ന ആളാണ്. അവൻ അതിലാണ് ശോഭിക്കാൻ കഴിയുക. അവൾക്കും, അവന് മാത്രമല്ല അവൾക്കും. നമ്മളെ ഭാഷയിൽ തന്നെ പ്രശ്നമുണ്ട്. അവൻ മാത്രമേ ഉള്ളൂ, അവളില്ല.
അല്ലേ? അവനെന്നാ പറയുന്നത്. അവള് എന്നുകൂടി പറയണം. പലപ്പോഴും കല്യാണം കഴിയുന്നതോടുകൂടിയൊക്കെ സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്ന എത്ര പെൺകുട്ടികളാണ് ഉള്ളതെന്നറിയോ? ഈ കല്യാണം കഴിച്ച ആളെക്കാളും കഴിവുണ്ടാവും പഠിക്കാനൊക്കെ, പക്ഷെ കല്യാണത്തോടു കൂടി ഒക്കെ അവസാനിപ്പിക്കും. എന്താ പ്രശ്നം? ആ മൂപ്പർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇഷ്ടമല്ല, മറ്റേ ആൾക്ക് ഇഷ്ടമല്ല. പഠിച്ചവൻ അതിനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. ഒരാണാകട്ടെ പെണ്ണാകട്ടെ പഠിച്ചവന്റെ മാത്രം അടിമയാണ്, വേറെ ആരുടെയും അടിമയല്ല. ഒരാളുടെ സ്വപ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ സ്വപ്നം നിശ്ചലമാകാൻ പാടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ എപ്പോഴും ആലോചിക്കണം, അവർ അന്തസ്സോടുകൂടി ജീവിക്കട്ടെ, അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാവട്ടെ, അവർക്ക് എത്താവുന്ന അത്ര ഉയരങ്ങളിൽ അവരെത്തട്ടെ, അവരഭിമാനത്തോടെയും പേടിയില്ലാതെയും ജീവിക്കട്ടെ. ഇന്നിപ്പോൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടേ നമ്മുടെ കുട്ടിയൊക്കെ വല്ലാത്തൊരു പേടിയുണ്ട്. നമ്മുടെ അടുത്ത് ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വരുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ഈ പെൺകുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അവർ വല്ലാത്തൊരു പേടിയില്ല, അവർ പ്രത്യേക തരത്തിലുള്ള ഒരു അവിശ്വാസത്തിലാണ്, അവർക്ക് ആരെയും വിശ്വാസമില്ല. ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത പേടിയും നിരാശയും വരിക നമ്മുടെ പെൺകുട്ടികൾക്ക്. അത് മാറണം. അവരുടെ ഉള്ളിൽ അന്തസ് ഉണ്ടാവണം. ഒരു ചെറിയ വെള്ളത്തിൻ്റെ തുള്ളിയും, ഞാൻ നിങ്ങളോട് പറയാ, ഒരു വെള്ളത്തിൻ്റെ തുള്ളിയും ഒരു വജ്രത്തിൻ്റെ തുള്ളിയും, ഡയമണ്ടിന്റെ ചെറിയൊരു കഷ്ണവും വെള്ളത്തിന്റെ ചെറിയൊരു തുള്ളിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ ദൂരെന്ന് നോക്കിയാൽ ഒരേപോലെ ഉണ്ടാവും. ഒരു പക്ഷി വന്നിട്ട് ആ വെള്ളത്തിന്റെ തുള്ളിയിൽ ഇങ്ങനെ കൊത്തിയാൽ ആ വെള്ളത്തിന്റെ തുള്ളി അലിഞ്ഞു പോവും. ആ വജ്രത്തിന്റെ തുള്ളിയിലാണ് കൊത്തുന്നതെങ്കിലോ പക്ഷി അലിഞ്ഞു പോവും. വെള്ളം ആ തുള്ളിയല്ല അലിഞ്ഞു പോവുക, പക്ഷിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. നിങ്ങളെ ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളത്തിന്റെ തുള്ളിയാകരുത്, അവനെ അലിയിച്ചു കളയുന്ന വജ്രത്തിന്റെ തുള്ളിയാവണം. ഇതാണ് അന്തസ്. പേടിയില്ലാതെ ജീവിക്കണം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി എത്താവുന്ന അത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തണം. നിങ്ങളുടെ ഉള്ളിൽ എന്തൊരു കഴിവാണോ പഠിച്ചോൻ വെച്ചിട്ടുള്ളത്, ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടതാണ്. ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ കണ്ടെത്തിയത് എന്താണെന്നറിയാം, അവരുടെ ഉള്ളിലുള്ള ആ ശക്തിയെയാണ് കണ്ടെത്തിയത്. അതാണ്. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരല്ലേ അവരൊക്കെ. ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ ആളുകളാ ലോകത്ത് വലിയ വലിയ സംഭാവനകൾ ചെയ്ത ആളുകളൊക്കെ. പക്ഷെ അവർ കണ്ടെത്തിയത് എന്താണെന്നറിയോ, അവരുടെ ഉള്ളിലെ ശക്തിയെയാണ് കണ്ടെത്തിയത്. ആ കൊടി കണ്ടോ നിങ്ങള്? ഈ കൊടി ഇങ്ങനെ അന്തസ്സോടുകൂടി ഉയർത്തിപ്പിടിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്, റഹ്മഹുല്ലാ. എത്ര വയസ്സുവരെ ജീവിച്ചതെന്നറിയോ? അറിയോ? CHന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒരു വയസ്സിന്റെ ഫോട്ടോയാ, ഒരു വൃദ്ധനായ ആളുടെ ഫോട്ടോയാ. ശരിക്കും എത്ര വയസ്സുവരെ ജീവിച്ചതെന്നറിയോ? 56 വയസ്സുവരെ ജീവിച്ചു. 56 വയസ്സെന്ന് പറഞ്ഞല്ലേ, അത് മനസ്സിലാകാൻ വേണ്ടി പറയാ. അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ, പ്രിയങ്കരനായ MK മുനീർ, അദ്ദേഹത്തിന് 57 വയസ്സായി. MK മുനീറിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് തീർന്നുപോയ ജീവിതത്തിന്റെ പേരായിരുന്നു CH. പക്ഷെ ഒരു മലയാളിക്ക് എത്താവുന്നത്ര ഉയരങ്ങളിൽ എത്തിയ മനുഷ്യനാണ്. മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണല്ലോ മലയാളിയായ മനുഷ്യന് എത്താവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കസേര. ആ കസേരയിൽ ഇരുന്ന ആളാണ്, ഉപമുഖ്യമന്ത്രിയായ ആളാണ്, മന്ത്രിയായ ആളാണ്, MP ആയ ആളാണ്, ഒരു പത്രത്തിന്റെ പത്രാധിപരായ ആളാണ്, എത്രയോ രാജ്യങ്ങളിലൂടെ കറങ്ങി നടന്ന മനുഷ്യനാണ്. ആ യാത്രകളെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, ഉജ്ജ്വലനായ പ്രഭാഷകനാണ്, ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ഒരു അത്ഭുതകരമായ പ്രഭാഷണ ശൈലിയുടെ ഉടമയാണ്. പക്ഷെ 56 വയസ്സുകൊണ്ട് തീർന്നുപോയി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഫൈ ഇങ്ങനെ കയറി വന്നപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് ആ വലിയ മനുഷ്യന്റെ സ്വപ്നമാണ്.
ആ മനുഷ്യന്റെ പേരാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം ഒരു വലിയ സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ വലിയ ശക്തിയെ തിരിച്ചറിഞ്ഞ മനുഷ്യനാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത മനുഷ്യന്മാരൊക്കെ അവരുടെ ഉള്ളിലെ ശക്തിയെയാണ് തിരിച്ചറിഞ്ഞത്. അവരൊന്നിനെയും കാത്തിരുന്നില്ല, ആരെയും കാത്തിരുന്നില്ല. അവരുടെ ഉള്ളിലുള്ളതാ അവർ കണ്ടെത്തുകയാണ് ചെയ്തത്. എനിക്ക് സാധിക്കുമെന്ന അവരുടെ ആത്മവിശ്വാസമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇംഗ്ലീഷില് ചെറിയ അക്ഷരത്തിൽ I എന്ന് എഴുതൽ എങ്ങനെയാണ് എന്ന് നമുക്കറിയാമല്ലോ. ഒരു വരയിടും, മുകളിൽ ഒരു കുത്തും കൊടുക്കും, അല്ലേ? അല്ലേ? ഇത് തിരിച്ചിട്ടല്ലോ. ഒരു വര കൊടുത്തിട്ട് അടിയിലൊരു കുത്തിട്ടല്ലോ. എന്താണ്? അത്ഭുതമാണ്, അത്ഭുതമാണ്, അതിശയമാണ്. ഓരോ ഐയുടെ അകത്തും ഒരതിശയം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ആളുകളെ അത് കണ്ടെത്തുള്ളൂ. അല്ലാത്ത ആളുകൾ ആയിട്ട് തന്നെയാണ് മരിച്ചു പോകും. പക്ഷെ വളരെ കുറച്ച് ആളുകൾ ഉള്ളിലിങ്ങനെ തിരിഞ്ഞു കിടക്കുന്നൊരു ഉണ്ട് എന്ന് തിരിച്ചറിയും. ആ അത്ഭുതത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞൊരു മഹാജീവിതത്തിന്റെ പേരായിരുന്നു മഹാത്മാഗാന്ധി. ഒരു വക്കീലായിരുന്നു. 1915 വരെ വക്കീലായിട്ട് ജീവിച്ച ആളാണ്. ദക്ഷിണാഫ്രിക്കയിൽ വലിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയേറെ വലിയ ഓഫീസിന്റെ ഉടമയായി ജീവിച്ച ആളാണ്. വലിയ ശമ്പളം വാങ്ങിയിരുന്ന ആളാണ്. ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. പക്ഷെ 1915 ആയപ്പോൾ അദ്ദേഹം ആലോചിച്ചു, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു പോരുന്നത്. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഗാന്ധിജിയെ കിട്ടൂല, നമുക്കൊരു ഇന്ത്യയെ കിട്ടൂല. ഇന്ന് കാണുന്ന കോൺഗ്രസ് ഉണ്ടാവില്ല, ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവില്ല. ഒരൊറ്റ മനുഷ്യൻ ആ മനുഷ്യന്റെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞതാണ്. അതാണ് സ്വപ്നങ്ങൾ. നമ്മളെ തിരിച്ചറിയാന്നുള്ള, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ കുറിച്ചാണ് ആലോചിച്ചത്. ഏറ്റവും പാവപ്പെട്ടവരെ കുറിച്ചാണ് പിന്നെയും ആലോചിച്ചത്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ചിന്തിച്ചത്. ഗാന്ധിജി മേൽക്കുപ്പായ ഇടൂലായിരുന്നു. കണ്ടിട്ടില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ തുണി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്ന് കുപ്പായ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങോട്ട് വരുമ്പോൾ കുപ്പായൊക്കെ ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുമ്പോഴേ കോട്ടും സൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മേൽക്കുപ്പായ ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഒരിക്കലും ഗാന്ധിജി ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയോട് വന്നിട്ട് പറഞ്ഞു. കേട്ടിട്ടില്ലേ? ഗോഖലെയോട് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഗോഖലെ പറഞ്ഞു, MK ഗാന്ധിയെ ആദ്യം ഒരു കാര്യം ചെയ്യൂ, ഇന്ത്യ എന്താണ് എന്നൊന്ന് പഠിച്ചു വരൂ. ഇന്ത്യയുടെ ആത്മാവ് കിടക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ്. ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ഗാന്ധിജി. കുറെ ഗ്രാമങ്ങളിൽ പോയി. ഒരു ദിവസം മധുരയിലൂടെ ഇങ്ങനെ നടന്നു പോവാ. നല്ല വെയിലുള്ള സമയമാണ്. അപ്പൊ അവിടെ ഒരു പുഴ കണ്ടു. ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് തലയിലുണ്ടായിരുന്ന തൊപ്പി ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ആ തൊപ്പി തലയിലേക്ക് തിരിച്ചു വെച്ചു. തണുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. പക്ഷെ അങ്ങനെ തലയിലേക്ക് തിരിച്ചു വെക്കുമ്പോഴേ ആ പുഴയുടെ അങ്ങേക്കരയിൽ അമ്മ തുണി അലക്കുന്നത് കണ്ടു. ഒരമ്മ ഇങ്ങനെ തുണി അലക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും തുണി അലക്കുന്നത് പോലെയല്ല, ഉടുത്ത സാരിയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിക്ക് മനസ്സിലായി ആ അമ്മയ്ക്ക് വേറെ തുണിയില്ല, വേറെ സാരിയില്ല. അതുകൊണ്ടാണല്ലോ ഉടുത്തതൊന്നും മാറ്റാൻ വേറെ വസ്ത്രമില്ല, ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ. ഗാന്ധിജിക്ക് അത് മനസ്സിലായ ഉടനെ ഗാന്ധിജിയുടെ കുപ്പായം എങ്ങനെ അഴിച്ചു? മേൽക്കുപ്പായം അഴിച്ചു. എന്നിട്ട് ആ പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. നല്ല വേനലുള്ള സമയമാണല്ലോ. അതുകൊണ്ടാണ് ഗാന്ധിജിയും അത്രയേറെ വെയിലേറ്റ് വാടിയത്. അതുകൊണ്ടാണ് പുഴയിലേക്ക് ഇറങ്ങിയത്.
അങ്ങനെ കുറച്ചു മാത്രം വെള്ളമുള്ള ആ പുഴയിലേക്ക് ആ കുപ്പായം ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ ഒഴുക്കി കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ആ കുപ്പായം ഇട്ടോളൂ. അത് കിട്ടുന്നത് വരെ ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയോട് ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് നന്ദി പറഞ്ഞു ആ അമ്മ. ആ നിമിഷമാണ് ഗാന്ധിജി തീരുമാനിക്കുന്നത്. ആ വൈഗാ നദിയുടെ കരയിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിജി തീരുമാനിക്കുന്നത്, എൻ്റെ നാട്ടിലെ കോടാനുകോടി മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കൂല. പിന്നെ ധരിച്ചിട്ടില്ല, പിന്നെ ധരിക്കാൻ പറ്റിയിട്ടില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ബിർളാ മന്ദിരത്തിന്റെ മുറ്റത്ത് 78ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ട് വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും ഉണ്ടാവില്ല, ഇന്നും ഉണ്ടാവില്ല. ഗാന്ധിജി ഇങ്ങനെ വെടിയേറ്റ് വീണപ്പോഴേ തെറിച്ചുപോയ ഒരു കണ്ണടയും നിലച്ചുപോയ ഒരു പോക്കറ്റ് വാച്ചുമുണ്ട്. ഗാന്ധിജി എപ്പോഴും ഇവിടെ ഒരു വാച്ച് ഇങ്ങനെ വെച്ചിരുന്നു, പോക്കറ്റ് വാച്ച്. ഗാന്ധിജി ഇങ്ങനെ മരിച്ചു വീണ സമയത്ത് ആ കണ്ണട തെറിച്ചുപോയി, ആ പോക്കറ്റ് വാച്ച് നിശ്ചലമായി. ആ കണ്ണട ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് ആ കണ്ണടയിലൂടെ ഇങ്ങനെ നോക്കണം നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ. അപ്പൊ കാണാൻ കഴിയും ഗാന്ധിജി കണ്ട മനുഷ്യന്മാരെ, അപ്പൊ കാണാൻ കഴിയും ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ. ആ പോക്കറ്റ് വാച്ചിന് ഒന്നുകൂടി ചാവി കൊടുത്താലേ നമുക്ക് കേൾക്കാൻ കഴിയും ഈ നാടിന്റെ സ്പന്ദനങ്ങള്. ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ കുറിച്ച്, അവന് വേണ്ടി, അവന്റെ കണ്ണീര് തുടക്കാൻ വേണ്ടിയിട്ട്, അവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന മനുഷ്യന്റെ പേരാണ് ഗാന്ധിജി. സ്വാതന്ത്ര്യം നേടിയ സമയത്തെ ജവഹർലാൽ നെഹ്റുവിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഒരു കാർ ഫാക്ടറി തുടങ്ങണം, കാർ ഫാക്ടറി തുടങ്ങണം എന്നൊരാഗ്രഹം. അങ്ങനെ ഗാന്ധിജിയോട് ചെന്നിട്ട് പറഞ്ഞു, ബാപ്പു ഒരു കാർ ഫാക്ടറി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിജി പറഞ്ഞു വേണ്ട. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും കാറിൽ പോകുന്ന ആളുകളല്ല, നടന്നു പോകുന്ന ആളുകളാ. അതുകൊണ്ട് അവർക്ക് കാറല്ല വേണ്ടത്, അവർക്ക് സൈക്കിളാണ് വേണ്ടത്. ഒരു സൈക്കിൾ ഫാക്ടറിയെ കുറിച്ച് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയിട്ടില്ല, നെഹ്റുവിന്റെ പേരക്കുട്ടിയാണ് തുടങ്ങിയത്, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ അനിയൻ. അപ്പോഴേക്ക് ഇന്ത്യ ഒരുപാട് മാറിയിരുന്നു. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയില്ല, പക്ഷെ നെഹ്റുവിനോട് ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? നെഹ്റു മതവിശ്വാസിയൊന്നുമല്ല, ദൈവവിശ്വാസിയുമല്ല. എന്നിട്ടും ഗാന്ധിജി നെഹ്റുവിനോട് പറഞ്ഞു, രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഒരു ദിവസം നോമ്പ് നോൽക്കണം, നോമ്പ് നോൽക്കണം. എന്നിട്ടിങ്ങനെ ആലോചിക്കണം, നോമ്പ് നോറ്റുകൊണ്ട് ആലോചിക്കണം, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം കൊണ്ട് എൻ്റെ നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് എന്ത് ഉപകാരമാണുള്ളത്. അങ്ങനെ ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ആ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്താവുന്ന അത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തിക്കോളൂ, എത്താവുന്ന അത്ര വലിയ ജോലിയിൽ നിങ്ങൾ എത്തിക്കോളൂ, കിട്ടാവുന്ന ഏറ്റവും വലിയ ശമ്പളം തന്നെ വാങ്ങിക്കോളൂ. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ജയിച്ച് നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് തോറ്റുപോയ മനുഷ്യരെ കുറിച്ചാണ്, അവരെക്കുറിച്ച്. അച്ഛനില്ലാത്തത് കൊണ്ട്, അമ്മ ഇല്ലാത്തത് കൊണ്ട്, പാപ്പ മരിച്ചു പോയത് കൊണ്ട്, വീടില്ലാത്തത് കൊണ്ട്, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ഒക്കെ ജീവിതം ഇങ്ങനെ വഴിമുട്ടിപ്പോയ എത്രയോ മനുഷ്യന്മാരുണ്ട്. അവർക്ക് അതാണിടോ ശരിക്കും മതം എന്ന് പറഞ്ഞാൽ. നമ്മളിന്നിങ്ങനെ കേൾക്കുന്ന ഒച്ചപ്പാടുകളുടെ ഒന്നും പേരല്ലത്, മനുഷ്യന്റെ നന്മയുടെ പേരാണ്. അതാണ് ദീന് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വയസ്സായൊരു ഉമ്മ ഇങ്ങനെ വിറക് കെട്ടേറ്റിയിട്ട് നടന്നു പോവാ. അപ്പൊ ഒരാൾ വന്നിട്ട് ആ ഉമ്മയോട് പറയണം, ഉമ്മ ആ വിറക് കെട്ട് ഞാൻ ഏറ്റിക്കൊള്ളാം, ഉമ്മ എൻ്റെ തലയിലേക്ക് വെച്ച് തന്നുള്ളൂ. ഉമ്മക്ക് വല്ലാത്ത സന്തോഷമായി. ഉമ്മ അതിങ്ങനെ വെച്ചു കൊടുത്തു. അയാൾ പിറകിലും ഉമ്മ മുന്നിലുമായിട്ട് ഇങ്ങനെ നടന്നു. കുറേ ദൂരം നടന്നപ്പോഴേ ഒരു ചെറിയ വീട് കണ്ടു. മലഞ്ചെരുവിലെ ഒരു ചെറിയ ഒരു പുര, കുടിൽ. അപ്പം അമ്മ പറഞ്ഞു, മോനെ
ഇതാണ് എൻ്റെ വീട്, ആ വിറക് കെട്ട് ഇവിടെ ഇറക്കി വെച്ചോളൂ. അയാൾ ഇറക്കി വെച്ചു. അപ്പൊ ഉമ്മ എന്തോ ഒരു സമ്മാനം കൊടുത്തു, കൂലി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു വേണ്ട. ഉമ്മാക്ക് ഒന്നുകൂടെ സന്തോഷം കൂടി. ഉമ്മ പറഞ്ഞു, മോനെ ഇത്രയും നല്ല കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടോ? ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. മോനൊരു കാര്യം ചെയ്യണം, നിന്നെപ്പോലെയുള്ള നല്ല കുട്ടികളെ മാത്രം കേടുവരുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ ഉമ്മാൻ്റെ കുട്ടി എന്ന് പറയും. അവൻ്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതാരാണ് ഉമ്മ? അത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്, ഖുറൈശിയാണ്, അവൻ നബിയാണെന്നാ പറയണേ. നല്ല കുട്ടികളെ മുഴുവൻ അവൻ കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുട്ടി അങ്ങോട്ട് പോകരുത് കേട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉമ്മ കണ്ടണോ? ഉമ്മ കണ്ടിട്ടുണ്ടോ ആ മുഹമ്മദിനെ? ഇല്ല മോനെ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കവനെ കാണുകയും വേണ്ട. അപ്പൊ കുറച്ചുകൂടെ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ഉമ്മ ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മതത്തെക്കുറിച്ച് കുറെ പ്രസംഗിച്ചു കൊടുക്കേണ്ടി വരുമോ ആ ഉമ്മക്ക്? വേണ്ടി വരുമോ? എന്താണ് ദീന് എന്ന്, എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, മതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ മലഞ്ചെരുവിലെ കുടിലിന്റെ മുന്നിൽ വെച്ച് എത്ര സുന്ദരമായാണ് റസൂൽ ആ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തതെന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഒച്ചപ്പാടുകളേ ഉള്ളൂ. ദീൻ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടൊന്നുമല്ലെന്ന്, ശാന്തമായ ഒരാളുടെ ഉള്ളിലെ നന്മകളുടെ പേരാണത്, ഒരാളുടെ മനുഷ്യപ്പറ്റിന്റെ പേരാണത്. അതിൽ പടച്ചോന് വിട്ടുവീഴ്ച പോലും തരൂല. മനുഷ്യനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളില്, നമ്മുടെ കടമകളില് പടച്ചോന് യാതൊരു വിട്ടുവീഴ്ചയും തരൂല. നിസ്കാരത്തിൽ നോമ്പിലൊക്കെ വിട്ടുവീഴ്ച തരും. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാള് ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാളോ കിടന്ന് നിസ്കരിച്ചാൽ മതി. യാത്രക്കാരനാ നപ്പ വേണ്ട നോമ്പ്. രോഗിയാണോ രോഗം മാറിയിട്ട് നോമ്പ് നോറ്റാൽ മതി. ഇതിനൊക്കെ വിട്ടുവീഴ്ചയുണ്ട് ഇല്ലേ? നോമ്പിൽ വിട്ടുവീഴ്ചയുണ്ട്, ഇളവുണ്ട്, നിസ്കാരത്തിൽ ഇളവുണ്ട് ഇല്ലേ? കള്ളം പറയുന്നതിന് ഇളവുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരാളെ പറ്റിക്കുന്നതിന് ഇളവുണ്ടോ? ഒരാളെ കുറിച്ച് എന്തെങ്കിലും ആരോപണം പറയുന്നതിന് ഇളവുണ്ടോ? അത് പറ്റൂല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ കിടന്നോടത്ത് കിടന്നിട്ട് നിസ്കരിച്ചാൽ മതി, അതിലിളവുണ്ട്. പക്ഷെ കള്ളം പറയാൻ പറ്റൂല, കുറ്റം പറയാൻ പറ്റൂല, ചതിക്കാൻ പറ്റൂല, മോഷണം നടത്താൻ പറ്റൂല, മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹ് അതിൽ ഇളവ് തരൂല. അപ്പൊ ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലെ നന്മയും ഒരാളുടെ ഉള്ളിലെ നനവുമാണ്. ഒരാളിങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന കരുണയാണ്. ആ കരുണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എത്താവുന്ന അത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തുകയും അപ്പോഴൊക്കെയും തോറ്റുപോയ മനുഷ്യനെ കുറിച്ച് പിന്നെയും 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 നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക.